നമസ്കാരം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ അവர்களോട് ഒരു വാക്ക്, ഒരു അപേക്ഷ. ഭാരതീയ ഹിന്ദു ലീഗിൻ്റെ ഒരു ചെറിയൊരു അപേക്ഷ തന്നെയാണിത്. ആത്മാർത്ഥമായ ഗവൺമെൻറ്റാണ് ഇനിയെങ്കിൽ ഈ നാട്ടിലെ ഒട്ടനവധി ആളുകൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ട്രൈബൽ മേഖലയിലെ പാവപ്പെട്ട ആളുകൾ അന്നും ഇന്നും ഉടുതുണിക്കും മറുതുണിയില്ലാതെ നരകിച്ച് കഴിയുന്നത് ഈ ഹിന്ദു വംശം തന്നെയാണ്. എന്നാൽ ചാരിറ്റിയിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല. അതാണ് ഭാരതീയ ഹിന്ദു ലീഗിൻ്റെ മുഖമുദ്ര. ഇന്ന് ഞങ്ങൾ അങ്ങാടിപ്പുറം 3 കുടുംബത്തിന് വേണ്ട ചെറിയ സഹായങ്ങൾ ചെയ്ത് വരുന്ന വഴിയാണ്. ഇതുപോലെ ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെങ്കിൽ, ആത്മാർത്ഥയും മനുഷ്യത്വമുള്ള ഗവൺമെൻറ് ആണെങ്കിൽ, ഏത് ഗവൺമെൻറ് ആണെങ്കിലും സത്യസന്ധമായ ആളുകളാണെങ്കിൽ ഒരാളുകളും പട്ടിണി കിടക്കില്ല. ഒരാൾ പോലും മതം മാറ്റത്തിന് വിധേയരാവില്ല. ഒരാൾ പോലും നരകിച്ച് ചികിത്സ കിട്ടാണ്ട് റോഡ് സൈഡിൽ കിടക്കില്ല, ആത്മഹത്യ ചെയ്യില്ല. എന്നാൽ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർ പതിവ് പോലെ ഈ ഗവൺമെൻറ്റും ഇതുപോലെ ആവരുത് എന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത്. എല്ലാ പാവപ്പെട്ട ആളുകൾക്കും നമ്മൾക്ക് മരുന്നും ഭക്ഷണവും വസ്ത്രവും ചികിത്സയും ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ പുതിയ ഗവൺമെൻറ് അല്ലെങ്കിൽ പുതിയ മുഖ്യമന്ത്രിയുടെ ഒരു കടമ തന്നെയാണ്. അതുകൊണ്ട് ശ്രീ വി.ഡി. സതീശൻ തീർച്ചയായിട്ടും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി തന്നെ പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട് ഭാരതീയ ഹിന്ദു ലീഗിന്. എന്തായാലും ഇനിയുള്ള ഓരോ ചുവടുകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. കാരണം ഒരു മതത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു മതപ്രമാണിമാരുടെയും വീട്ടുവേല ചെയ്യാതെ നമ്മൾക്ക് പതിവ് പോലെ UDFൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാറുമെന്ന് പ്രത്യാശിക്കാം. ജയ് ശ്രീറാം. ഭാരതീയ ഹിന്ദു ലീഗ് കി ജയ്.